എന്നെപ്പോലെ നീയും കിടന്ന വയറാ ആ പാവത്തിൻ്റെ ഇത്. പബ്ലിക്കായി കളിയാക്കരുത് കേട്ടോടി. സെക്രട്ടറിയും മാങ്ങയാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഇനി എൻ്റെ അമ്മയെ കളിയാക്കിയ അമ്മായിയമ്മയെ ഞാൻ തല്ലും, മരുമകളെ ഞാൻ തല്ലും, പറഞ്ഞേക്കാം. അച്ഛനെ ഇലക്ഷന് മത്സരിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരുടെ ആവേശം അമ്മേന്ന് കാണേണ്ടതായിരുന്നു. ഇപ്പോഴും പുറത്ത് ആർപ്പുവിളികളാ. ആ മോളെ, എനിക്കൊരു കോള് വരുന്നുണ്ടേ. ഞാൻ ആരാ നോക്കട്ടെ. അമ്മ കോള് കട്ട് ചെയ്തു. പിന്നെ വിളിക്കാന്ന്. മറ്റെന്തെങ്കിലും അത്യാവശ്യ കോളായിരിക്കും. ഡാൻസ് സ്കൂളൊക്കെ നടത്തുന്നതല്ലേ. പിന്നെ സ്വന്തം മോള് വിളിക്കുമ്പോഴല്ലേ അത്യാവശ്യ കോള്. വർമ്മ സർ. ഹലോ പവിത്ര, തിരക്കിലല്ലോ അല്ലേ? അല്ല, പറഞ്ഞോളൂ സർ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാനാ ഞാനിപ്പോ പവിത്രയെ വിളിച്ചത്. എന്താ സർ, എന്താ കാര്യം? വരുന്ന നിയമസഭാ ഇലക്ഷനിൽ എന്റെ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നതിനെ കുറിച്ച് പവിത്രയുടെ അഭിപ്രായം എന്താ? വളരെ നല്ലൊരു തീരുമാനമാണ് സർ. സാറിന്റെ ആരോഗ്യനിലയ്ക്ക് മെച്ചപ്പെട്ട സാഹചര്യത്തില് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് എൻഗേജ്ഡ് ആവുന്നത് സാറിന്റെ മനസ്സിന് നല്ല ഉന്മേഷം നൽകും. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം. എന്താ എന്താ പ്രശ്നം? ഒരുപാട് സ്ട്രെസ് എടുക്കരുത്, ടെൻഷൻ അടിക്കാനും പാടില്ല. ഏയ്, അതൊക്കെ എന്റെ മകളും മരുമകനും നോക്കിക്കോളൂ. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയം എനിക്കൊരു തലവേദന ആയിട്ടില്ല ഇതുവരെ. എല്ലാത്തിൽ നിന്നും ഒന്നകന്നു നിൽക്കണമെന്ന് ഞാൻ കരുതിയുള്ളൂ. മനസ്സിന് ഇഷ്ടമുള്ളതൊന്നും അങ്ങനെ നമ്മളെ വിട്ടു പോവില്ല സർ. എത്ര അകന്നു പോയാലും ഇഷ്ടമുള്ളതൊക്കെ വീണ്ടും തിരികെ വന്നുകൊണ്ടിരിക്കും. എനിവേ, തന്റെ വളരെ പോസിറ്റീവായ അഭിപ്രായത്തിന് നന്ദി. ഞാൻ വിളിക്കാം. ഓക്കെ സർ. സർ, സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. സെക്രട്ടറി ഇല്ലാതെ എങ്ങനെയാ അയൽക്കൂട്ടത്തിൽ മീറ്റിംഗ് നടക്കുക? ഇവിടെ വെച്ചായതുകൊണ്ട് ശ്രീലക്ഷ്മി രുക്മിണി വരാതിരിക്കോ? ഓടിക്കളിച്ച് വളർന്ന വീടല്ലേ. ഈ വീടിനോട് നമ്മുടെ സെക്രട്ടറിക്ക് വലിയ പുച്ഛമായിരിക്കും, അറപ്പ്. അല്ല, നല്ല ഒന്നാം തരം അമ്മായി അമ്മയല്ലേ ശ്രീലക്ഷ്മിക്ക് രുക്മിണി തങ്കച്ചി. പിന്നെ എന്തിനാ അമ്മയും കൂടെ പറപ്പും? ഇങ്ങനെ നന്ദി സ്നേഹവും ഇല്ലാത്ത മക്കള് ഗൾഫിൽ തന്നെ ജീവിച്ചാ മതിയായിരുന്നു. നമ്മൾ ഇവിടെ അയൽക്കൂട്ടത്തിന്റെ മീറ്റിങ്ങിനാ വന്നേ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള വേദിയല്ല ഇത്. പ്രസിഡന്റെ, ഇത്തരം കുറ്റം പറച്ചിലുകളൊന്നും മീറ്റിംഗിൽ പറ്റില്ല എന്ന് എല്ലാവരോടും പറയണം. കുറ്റം പറഞ്ഞത് മറ്റാരുമല്ലല്ലോ, പ്രിയയുടെ അമ്മായിമ്മ തന്നെയല്ലേ. അവരോട് അടങ്ങിയിരിക്കാൻ നിങ്ങൾ തന്നെ പറയണം. ഇവരൊരു വായ പോയ കോടാലിയാ. ഗൾഫിൽ പോയി തിരിച്ചു വന്ന ശേഷം തലയിലെ ചില ആണികൾ കൂടി പോയിരിക്കുക. ആരും അവരെ മൈൻഡ് ചെയ്യാതിരുന്നാ മതി. ആണി പോയത് നിന്റെ പ്രസിഡന്റ്, മെമ്പറുടെ മരുമോളല്ല. ഇനി ആര് കളിയാക്കിയാലും ആക്ഷൻ എടുക്കണം. എല്ലാ വീട്ടിലെ അമ്മായിയമ്മയും മരുമോളും ഇങ്ങനെയൊക്കെ തന്നെയാ അമ്മണിയമ്മേ. അയ്യോ, പക്ഷേ ഞാനൊരു മാതൃക അമ്മായി അമ്മയാ. അത് ശരിയാ. അതുകൊണ്ടാണല്ലോ മരുമോളുടെ വീട്ടിൽ വന്ന് അവരുടെ ചെലവ് ജീവിക്കുന്നേ. മരുമോളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നതേ എന്റെ മോനൂടെ ഉള്ളത് കൊണ്ടാ. അല്ല, ഇത് അയൽക്കൂട്ട കമ്മിറ്റിയോ അതോ പരിദൂഷണ കമ്മിറ്റിയോ? ഞാൻ വാക്കൗട്ട് നടത്തും. സെക്രട്ടറി വന്നല്ലോ. കാണ്, ഇതൊക്കെയാണ് അമ്മായി അമ്മയും മരുമോളും. വരുന്ന വരവ് കണ്ട ചക്കരയും അടയും പോലെ. ഒന്നുകിൽ അമ്മായി അമ്മ മരുമോക്ക് പാഷാണം കൊടുക്കും, അല്ലെങ്കിൽ മരുമോള് അമ്മായി അമ്മയെ ഉറക്ക കുളി കൊടുത്ത് കൊല്ലും. രണ്ടായാലും ഇത് അധിക നാള് നിൽക്കില്ല. ഞങ്ങൾ സെക്രട്ടറി അമ്മയും വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇരിക്ക്, മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം.
ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഞാൻ അറബിലൊരു പ്രാർത്ഥന പാടിയാലോ? വേണ്ട വേണ്ട, നിങ്ങളുടെ പാട്ടും കൂത്തും ഒന്നും വേണ്ട. മൗനമായിട്ടങ്ങ് പ്രാർത്ഥിച്ചാ മതി. ഓ യാ റസൂലുള്ളാ. യാ റസൂൽ, ഇൻഷാല്ലാഹ്. ആ എന്താ ഇന്നത്തെ മീറ്റിംഗിന്റെ അജണ്ട? അജന്തയല്ല, അജണ്ട. മനുഷ്യരെ നാറ്റിക്കല്ലേ. ഓ അജണ്ട. അയൽക്കൂട്ടത്തിന്റെ വാർഷിക വരുമാനം കൂട്ടണം. അതാണ് ആദ്യത്തെ പ്രശ്നം. അതായത് ഒരു മെമ്പർ ആഴ്ചയിൽ 500 രൂപ വെച്ച് നിക്ഷേപം നടത്തണം. ആ അത് ശരിയാ. ആണോ? അതിനെന്താ, നല്ല കാര്യമല്ലേ? അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണല്ലോ. ചിലർക്കൊന്നും അത് അടയ്ക്കാനുള്ള വരുമാനം ഇല്ലെന്ന് തോന്നുന്നു. ദരിദ്രരും ഇല്ലേ ഇവിടെ? ഇവള് പെറ്റ തള്ളക്കിട്ട് ചെളിവാരി എറിയാനാ വന്നിരിക്കുന്നത്, അല്ലാതെ മീറ്റിങ്ങിനൊന്നുമല്ല. എന്റെ അമ്മയ്ക്ക് അതിനൊക്കെയുള്ള വരുമാനം ഉണ്ട്. ഓ ദാ, എന്റെ അമ്മയുടെയും 2 ആഴ്ചത്തെ നിക്ഷേപത്തുക. മോളെ, വാശി മഴക്കൊന്നും വേണ്ട. അവള് നിന്റെ അനീതിയല്ലേ? അത് ഇവക്കും തോന്നണ്ടേ? പറയുമ്പോ വ്യക്തിവൈരാഗ്യം തോന്നരുത്. അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്താ അത് കൃത്യമായിട്ട് എല്ലാവരും തിരിച്ചടയ്ക്കണം. എല്ലാവരും കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടല്ലോ. അല്ല, ആരാ അടയ്ക്കാത്തത്? രാധമ്മ എന്നൊരു മെമ്പറിന് ഒത്തിരി കുടിശ്ശികയുണ്ട്. രാധമ്മയുടെ കുടിശ്ശിക എത്രയാ ഉള്ളത്? 8600 രൂപ. അതുതാ ഇപ്പൊ തന്നെ അടച്ചേക്കാം. ദാ, എന്നെപ്പോലെ നീയും കിടന്ന വയറാ ആ പാവത്തിന്റെ ഇത്. പബ്ലിക്കായി കളിയാക്കരുത് കേട്ടോടി. സെക്രട്ടറിയും മാങ്ങയാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഇനി എന്റെ അമ്മയെ കളിയാക്കിയ അമ്മായിയമ്മയെ ഞാൻ തല്ലും, മരുമകളെ ഞാൻ തല്ലും, പറഞ്ഞേക്കാം. ഇന്ന് ഞാൻ ശരിയാക്കി തരാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 മാസം കൂടുമ്പോ ഒരു പ്രാവശ്യം വെച്ച് നമ്മൾ ടൂർ പോവാൻ പ്ലാൻ ചെയ്യും. അതിന് ആഴ്ചയിൽ 1000 രൂപ വെച്ച് പിരിവ് നടത്തണം. അതൊക്കെ അധിക ചെലവാ. ആഴ്ചയിൽ 1000 രൂപ പിരിവ് തരാനൊന്നും എന്റെ കയ്യിലുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ അയൽക്കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കണം.